ഹായ് ഹലോ അക്കി ഗ്രീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ നിങ്ങളുടെ ചെടിപ്രേമികളായ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അതേപോലെ നമ്മളിന്ന് ഫ്രീ വിത്തുകളും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓഫർ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ ബെർക്ക്ലിനാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് 180 രൂപയാണ് റേറ്റ് വരുന്നത്. ഇരുണ്ട പച്ച നിറത്തിൽ വെളുത്ത വരകളോട് കൂടിയ മനോഹരമായ ഇലകളാണ് കേട്ടോ ഇതിനുള്ളത്. നമ്മുടെ വീട്ടിലും ഓഫീസിലും ബാൽക്കണിയിലും ഒക്കെ വെക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. അടുത്ത പ്ലാന്റ് സാഗോപാം ആണ്. ഇതിന് 80 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് വളരെ നല്ലത്. ഇതൊരു സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ആസ്റ്റർ ആണ്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതും അതേപോലെ നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആസ്റ്റർ. നല്ല സൂര്യപ്രകാശം വേണ്ടുന്ന ഒരു ചെടിയാണിത്. വിത്തുകൾ വഴിയും അതേപോലെ കട്ടിങ് നട്ടുമാണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. അടുത്ത പ്ലാന്റ് അഗ്ലോണിമയാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് 135 രൂപയാണ് റേറ്റ് വരുന്നത്. അധികം കെയർ ഒന്നും വേണ്ടാതെ നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്തത് റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റ് നമ്മൾ 10 രൂപയ്ക്കാണ് കേട്ടോ നൽകുന്നത്. മുകളിൽ ഗ്രീൻ കളറും അതേപോലെ അടിഭാഗത്ത് പർപ്പിൾ കളറുമാണ് കേട്ടോ ഇതിൻ്റെ പ്രധാന ഭംഗി. അധികം കെയർ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് റെയിൻ ലില്ലിയാണ്. റെയിൻ ലില്ലിയുടെ 2 കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റെയിൻ ലില്ലിയുടെ പ്ലാന്റിന് 50 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതിൻ്റെ ബൾബ് ഉപയോഗിച്ചാണ് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബൾബും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 10 രൂപയാണ് കേട്ടോ ബൾബിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് വാൻഡ്രിഞ്ചോ ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നമ്മൾ 20 രൂപയ്ക്കാണ് നൽകുന്നത്. ഈ ഒരു പ്ലാന്റിന് അധികം കെയർ ഒന്നും ആവശ്യമില്ല. അടുത്ത പ്ലാന്റ് കലാത്തിയാണ്. ഈ ഒരു കലാത്തിയ പ്ലാന്റിന് 60 രൂപയാണ് കേട്ടോ റേറ്റ്. ഈ ഇലകളുടെ ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ പ്രധാന ഭംഗി. അടുത്തത് ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് കേട്ടോ റേറ്റ്. വലിയ പച്ച ഇലകളിൽ ഉണ്ടാകുന്ന ഹോളാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുന്നത്. അടുത്തത് ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു പ്ലാന്റിന് 300 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ സെയിം പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. തണലാണ് എപ്പോഴും ഈ പ്ലാന്റിന് നല്ലത്. ഈ പ്ലാന്റ് ക്രിപ്റ്റാന്തസ് അല്ലെങ്കിൽ എർത്ത് സ്റ്റാർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 130 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റും. അടുത്ത പ്ലാന്റ് ക്രിസ്റ്റൽ ആന്തൂറിയമാണ്. ഈ ഒരു പ്ലാന്റിന് 380 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതിൻ്റെ ഇലയിൽ വെള്ള നിറത്തിലുള്ള വെയിൻ കാണപ്പെടുന്നതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് റോസ് ആണ്. നമ്മുടെ കയ്യിൽ കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ റോസ്. നമ്മൾ വീണ്ടും ഈ ചെടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 100 രൂപയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഓഫർ റേറ്റിൽ 50 രൂപയ്ക്കാണ് നൽകുന്നത്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം. ഇത്രയും കളറല്ല, ഒരുപാട് കളർ റോസ് അവൈലബിൾ ആണ്. വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. അടുത്തത് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടാണ്. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ്. ഇത് 130 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഓഫർ റേറ്റ് 99 രൂപയാണ്. ഇന്ന് മാത്രമേ ഈ പ്ലാന്റിന് ഓഫർ ഉള്ളൂ കേട്ടോ. അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ്. 2-3 ഷെയ്ഡൊക്കെ വരുന്ന ഒരു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് കേട്ടോ റേറ്റ്. അടുത്തത് കമേലിയ പ്ലാന്റ് ആണ്. കമേലിയയുടെ 10 കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ എല്ലാം. കമേലിയ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ. അടുത്ത പ്ലാന്റ് ലോറ പെറ്റാലോ ആണ്. ഇത് ഓഫർ റേറ്റിന് 80 രൂപയ്ക്കാണ് കേട്ടോ നൽകുന്നത്. അടുത്തത് സൺഫ്ലവറിൻ്റെ വിത്തുകളാണ് കേട്ടോ. സൺഫ്ലവറിൻ്റെ വിത്തുകൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ വിത്തുകളും ഡബിൾ പെറ്റൽ ശംഖുപുഷ്പത്തിൻ്റെ വിത്തുകളും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ചെടികളുടെ കൂടെ ആർക്കെങ്കിലും ശംഖുപുഷ്പത്തിൻ്റെ സൺഫ്ലവറിൻ്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ പ്രത്യേകം മെസ്സേജ് അയയ്ക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഏത് വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം വേണ്ടവരൊക്കെ ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തേക്കണേ.
അടുത്ത പ്ലാന്റ് ഹോയയാണ്. ഹോയ പ്ലാന്റിന് 130 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല കട്ടിയുള്ള ഇലകളും അതേപോലെ മെഴുകു പോലെ തിളങ്ങുന്ന പൂക്കളുമാണ് കേട്ടോ ഇതിന്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന് ഇൻഡയറക്റ്റ് സൺ ആവശ്യമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത പ്ലാന്റ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് കേട്ടോ റേറ്റ്. ആദ്യത്തെ ദിവസം ഈ പൂ വിരിയുമ്പോൾ നീല നിറവും, രണ്ടാമത്തെ ദിവസം ഒരു ലൈറ്റ് പർപ്പിൾ നിറവും, മൂന്നാമത്തെ ദിവസം വെള്ള നിറവും ആണ് കേട്ടോ. അടുത്ത പ്ലാന്റ് തെച്ചിച്ചെടിയാണ് അല്ലെങ്കിൽ ഇക്സോറ എന്ന് പറയുന്ന പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് കേട്ടോ റേറ്റ്. നമ്മുടെ പൂന്തോട്ടം എന്നും മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇക്സോറ. ഇത് ഫുൾ സൺലൈറ്റ് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും സൺലൈറ്റ് ആവശ്യമാണ്. ഇതിൽ മാത്രമേ നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടുകയുള്ളൂ. അടുത്ത പ്ലാന്റ് പവിഴമല്ലിയാണ്. പവിഴമല്ലി പ്ലാന്റിന് 80 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതിനെ നിശാഗന്ധി എന്നും നൈറ്റ് ജാസ്മിൻ അല്ലെങ്കിൽ പാരിജാതം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു ഫുൾ സൺലൈറ്റ് ആവശ്യമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ദിവസം കുറഞ്ഞത് 5-6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ആവശ്യമാണ്. ഇതിൻ്റെ പൂക്കളുടെ മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേപോലെ ആയുർവേദ ഗുണങ്ങളും കൂടെ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. വൈകുന്നേരങ്ങളിൽ വിരിഞ്ഞ് രാവിലെ പൊഴിയുന്നതുമായിട്ടുള്ളൊരു പൂവാണ് കേട്ടോ ഇത്. അപ്പോൾ പ്ലാന്റ് വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. താങ്ക്